നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിൽ 38 അംഗനവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കൊല്ലോട് അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 1-ാം വാർഡായ പനയങ്കോട് മൈലേക്കോണം അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിൽ അതിവിപുലമായ പരിപാടികളാണ് നടന്നത്. വാർഡ് മെമ്പർ G കിരൺകുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോപു നെയ്യാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമ ചെയർമാൻ അഡ്വക്കേറ്റ് DG സനിൽ ബോസ്, ICDS സൂപ്പർവൈസർ ജയാജ്യോതി, മുൻ മെമ്പർ വേണു, മധുസൂദനൻ നായർ, സാജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് കുഞ്ഞുമക്കൾക്ക് ആവശ്യമായ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, ബുക്സ് തുടങ്ങിയ ഐറ്റംസ് ഉൾപ്പെടുന്ന സമ്മാനങ്ങൾ എല്ലാവർക്കും നൽകുകയും ചെയ്തു. ടെക്നോ പാർക്കിലെ H&R ബ്ലോക്ക് എന്ന അമേരിക്കൻ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ബാഗും കുടയും പഠനോപകരണങ്ങളും സമ്മാനിച്ചത്. ALMSC അംഗങ്ങൾ, കൗമാരക്കാരായ കുട്ടികൾ, പ്രീ സ്കൂൾ കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. അംഗൻവാടി തല പ്രവേശനോത്സവമാണ് മറ്റൊരു പരിപാടി. നമുക്ക് അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അംഗൻവാടികൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അവരുടെ തുടക്കമാകുന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ഒരിടമായിട്ട് അംഗൻവാടികൾ അറിയാം. അംഗൻവാടി എന്ന് പറയുന്നത് അവരെ നമ്മൾ സാധാരണ ഏതെങ്കിലും UPയിലോ അല്ലെങ്കിൽ LPയിലോ ഹൈസ്കൂൾ തലത്തിലോ ഹയർ സെക്കൻഡറി തലത്തിലോ പഠിക്കുന്നത് പോലെയുള്ള വിദ്യാഭ്യാസ രീതികളല്ല, മറിച്ച് എന്താണ് കുട്ടികളുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലെ ചെറിയ ചെറിയ പാഠങ്ങൾ, അത് സഹകരണ മനോഭാവമായിരുന്നാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത് അത് അംഗനവാടി തലങ്ങളിലാണ്. ഇതുപോലെ SLC അതുപോലെ +2 ഒക്കെ ഇനി ഇവർ ഹയർ എഡ്യൂക്കേഷൻ പോണ സമയത്ത് അടുത്ത നമ്മുടെ കുട്ടികൾ എന്താണ് ഫോളോ അപ്പ് ചെയ്ത് വരികയാണ് അല്ലേ. ഇനി ഇവരിന് MBBSും അതുപോലെ എഞ്ചിനീയറിങ്ങും ഇങ്ങനെയുള്ള ഓരോരോ വിങ്ങുകളിൽ എത്തിച്ചേർന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം എന്താണെന്ന് വെച്ചാൽ പഴയ കാലങ്ങളിൽ നഴ്സറി സ്കൂളുകൾ, പള്ളിയുടെയും അതുപോലെ തന്നെ കോൺവെന്റിലൊക്കെ ഉള്ള നഴ്സറി സ്കൂളുകളിൽ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അതാവശ്യം, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അമ്മമാരെ കഴിക്കുന്നത് പള്ളിയുടെ കീഴിലൊക്കെ ഉള്ള നഴ്സറി സ്കൂളുകൾ അല്ലേ കാണണം. പണ്ടൊക്കെ നഴ്സറി സ്കൂളുകളാണ്. അവിടെ നിന്നൊക്കെ അവിടുത്തെ അവരൊക്കെ തരുന്ന ചെറിയ ചെറിയ ആഹാരങ്ങൾ, എനിക്കുള്ളത് അന്ന് ആഹാരത്തിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടെന്നുള്ളത് തന്നെയാണ്. ഉപ്പുമാവ് സ്കൂളുകളിലൊക്കെ പയറിട്ട കഞ്ഞി, ഉപ്പുമാവ്. പക്ഷെ ഇന്നിപ്പോൾ നഴ്സറി സൂപ്പർവൈസർ നോക്കുന്ന സമയത്ത് അതിന് വേണ്ടി മാത്രം ബുക്കുണ്ടല്ലേ. എന്തൊക്കെ സംവിധാനങ്ങളാണ്, എന്തൊക്കെ സംഭവങ്ങളാണെന്നുള്ളതാണ്. വീട്ടിൽ പോലും കിട്ടാതെ, വീടുകളിൽ പോലും നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ കിട്ടുന്ന അത്രത്തോളം തോന്നി നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള നിരവധി ഐറ്റംസാണ് കുഞ്ഞുമക്കൾക്ക് നമുക്ക് ഇന്നിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരുകൾ നമുക്ക് തരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് അമ്മമാർക്കും അല്ലെങ്കിൽ പേരൻസിനൊക്കെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. രാവിലെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയാൽ നിങ്ങളുടെ വീട്ടിലേക്കാളും സേഫാണ് ഇന്ന് അംഗനവാടികൾ. പ്രവേശനോത്സവ കിറ്റ് കൊടുക്കാനുള്ള ഇതുവരെ വന്നിട്ടില്ല. പ്രവേശനോത്സവ കിറ്റ് വയ്ക്കാൻ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രവേശനോത്സവ കിറ്റ് വയ്ക്കാനുള്ള ഒരു നടപടി ഇന്ന് വരെയും നമ്മളെ മാർഗരേഖകളിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവേശനോത്സവ കിറ്റ്, ഒരു ബാഗും കുടയും ഉൾപ്പെടെയുള്ള ഒരു സ്കൂളിലെ നമ്മൾ സ്കൂൾ പ്രിപ്പറേഷൻ നടത്തിയാണ് ഇവിടുന്ന് വിടുന്നത്. അപ്പോൾ അവർക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു കിറ്റ് കൊടുത്തയക്കാൻ ഈ അങ്കണവാടിക്കും തൊട്ടപ്പുറത്തെ പേരുവിള അങ്കണവാടിക്കും സാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച് ശ്രീ ഇതിനും മധുഭാഷനും വെള്ളനാട് ICDSന്റെ പേരിലും വനിതാ ശിശു വികസന വകുപ്പിന്റെ പേരിലും കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാ അംഗനവാടികളിലും ഇന്ന് പ്രവേശനോത്സവമാണ്. കുട്ടികൾ പോകുന്നവരും പുതിയ കുട്ടികൾ വരുന്നതുമായിട്ടുള്ള ഒരു ദിവസമാണിത്. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായി ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.